Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ് ആയിരുന്നു എടുത്തോണ്ടിരുന്നത് അല്ലേ? ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഹോസ്പിറ്റൽ വാർഡ് അല്ലേ? ആണോ? ശരി. എവിടെ വരെയാണ് ഹോസ്പിറ്റൽ വാർഡിൽ നമ്മൾ എടുത്തു നിർത്തിയത്? Specialized ward എക്സാമ്പിൾസ് ആണ്. അത് കംപ്ലീറ്റ് ആയിരുന്നല്ലോ അല്ലെ? Yes. ഓക്കെ, ശരി, വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മള് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് കേട്ടാ. അപ്പൊ സ്പെഷ്യലൈസ്ഡ് വാർഡ് എക്സാമ്പിൾസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഒഫ്താൽമോളജി, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് വാർഡുകളുണ്ട്. ഇതിൽ കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്നവ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. ഒരു മെയിൻ കമ്പോണൻസ് വാർഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 മെയിൻ കമ്പോണൻസ് ആണ് വാർഡിലുള്ളത്. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ, സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ, തേർഡ് വൺ ആൻസിലറി ഏരിയ ആൻഡ് ഫോർത്ത് വൺ സാനിറ്ററി ഏരിയ. ഇവിടെ ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏരിയ. അപ്പൊ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന പേഷ്യന്റ് കെയർ ഏരിയ, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ മുതലായവയൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാവുന്നത് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതൊക്കെയാ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡിൽ വരുന്നത്? ഏതൊക്കെയാണ് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്? ഏതൊക്കെയാ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ആ 4 പേരുകള്? ഏതൊക്കെയാ? ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ, സാനിറ്ററി ഏരിയ എന്ന് പറയാം. ഇനി ഇതില് ഒരു നഴ്സിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് കെയർ ഏരിയ ഏതില് വരുന്നു? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഒരു നഴ്സിംഗ് ഏരിയ ഏതിലാ വരിക? ക്ലിനിക്കൽ ഏരിയയിലാ വരിക. അതുപോലെ തന്നെ നഴ്സസ് റൂം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് റൂം ഏതിലാ വരിക? ഓക്സിലറി ഏരിയയിലാ വരിക. അപ്പൊ അങ്ങനെ ഇത് ഏത് മെയിൻ കമ്പോണന്റ്, വാർഡിലെ ഏത് മെയിൻ കമ്പോണന്റിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ഓരോ ടേം എടുത്തിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നവ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയ വരുന്നുണ്ട്, നഴ്സിംഗ് ഏരിയ വരുന്നുണ്ട്, അതുപോലെ നഴ്സിംഗ് കൗണ്ടറും വരുന്നുണ്ട്. റിസപ്ഷൻ ഒക്കെ പോലെയുള്ള നഴ്സിംഗ് കൗണ്ടർ, നഴ്സ് സ്റ്റേഷൻ, അതുപോലെ തന്നെ നഴ്സിംഗ് ഏരിയ, അതുപോലെ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയാണ് ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ഓക്സിലറി ഏരിയയിൽ വരുമ്പോ നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും, നഴ്സസിനും ഡോക്ടേഴ്സിനും ഒക്കെ റൂമുകൾ ഉണ്ടാവും. ഈ വാർഡുമായി ബന്ധപ്പെട്ട് കൂടുതലും ഡോക്ടേഴ്സിന്റെ റൂം നമുക്ക് സാധാരണ അങ്ങനെ കണ്ടിട്ടില്ല. നഴ്സസിന്റെ റൂം കണ്ടിട്ടില്ലേ? നഴ്സിന്റെ റൂം, ഡോക്ടേഴ്സിന്റെ റൂം അങ്ങനെ സാധാരണ പൊതുവെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നഴ്സസിന്റെ റൂം കണ്ടിട്ടില്ലേ? അവരുടെ സാധനങ്ങൾ വെക്കാനും കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ അതിനെയാണ് നഴ്സസ് റൂമോ ഡോക്ടേഴ്സ് റൂമോ മുതലായവയാണ് ഓക്സിലറി ഏരിയയിൽ വരുന്നത്. ഇനി അടുത്തത് ആൻസിലറി ഏരിയ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ആണ് പാൻട്രി, ഡേ റൂം, ട്രോളി റൂം. പാൻട്രി എന്ന് പറഞ്ഞാല് എന്തായിരിക്കും പാൻട്രി? പാൻട്രി എന്താണ്? ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ, അതുപോലെ അവിടുത്തെ പാത്രങ്ങള് കാര്യങ്ങളൊക്കെ അല്ലെ, കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കഴുകി വൃത്തിയാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ പാൻട്രി ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡേ റൂം എന്തായിരിക്കും? ഡേ റൂം ഡേ ടൈമില് പേഷ്യൻസിന് സിറ്റ് ചെയ്യാനും റിലാക്സ്, ഇപ്പൊ വാർഡിലാണുള്ളവർ കിടക്കണേ, ഇപ്പൊ വാർഡിൽ നിന്ന് മാറി അവർക്ക് ഡേ ടൈമില് സിറ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്, അതെ റെസ്റ്റ് റൂം പോലെ തന്നെ ഒരു സ്പേസ് ആണ് ഡേ റൂം എന്ന് പറയുന്നത്. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ ട്രോളീസ് ഒക്കെ വെക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ആൻസിലറി ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സാനിറ്ററി ഏരിയ. സാനിറ്ററി ഏരിയയിൽ വരുന്ന ഏതൊക്കെയാ?
ടോയ്ലറ്റ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ടോയ്ലറ്റ് സംവിധാനങ്ങളും അതുപോലെ ഡർട്ടി യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, വാർഡിൽ ഉണ്ടാകുന്ന യൂസ്ഡ് ആയിട്ടുള്ള സപ്ലൈസോ ഹ്യൂമൻ വേസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യാൻ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ് ഡർട്ടി യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ഏരിയാസ് അല്ലെങ്കിൽ 4 പ്രധാന കമ്പോണൻസ് ആണ് വാർഡിനുള്ളത്. ഒന്നാമത് ക്ലിനിക്കൽ ഏരിയ, സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ, തേർഡ് വൺ ആൻസിലറി ഏരിയ, ഫോർത്ത് വൺ സാനിറ്ററി ഏരിയ. അതില് ക്ലിനിക്കൽ ഏരിയയില് പേഷ്യന്റ് കെയർ ഏരിയ, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ 3 ഉൾപ്പെടുന്നത്. ഓക്സിലറി ഏരിയയിൽ വരുമ്പോൾ നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമുമാണ് ഉൾപ്പെടുന്നത്. ആൻസിലറി ഏരിയയിൽ വരുമ്പോൾ പാൻട്രി, ഡേ റൂം, ട്രോളി ബേ മുതലായവയാണ് ഉൾപ്പെടുക. സാനിറ്ററി ഏരിയയിൽ വരുമ്പോൾ ടോയ്ലറ്റ്സും ഡർട്ടി യൂട്ടിലിറ്റി ഏരിയയുമാണ് ഉൾപ്പെടുക. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. അപ്പൊ അത് ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. പാൻട്രി ഏത് മെയിൻ കമ്പോണന്റിൽ ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഡർട്ടി യൂട്ടിലിറ്റി ഏത് മെയിൻ കമ്പോണന്റിൽ ഉൾപ്പെടുന്നതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. മെയിൻ കമ്പോണൻസ് ഏതാണോ അതിൽ ഉൾപ്പെടുന്ന ഏരിയാസും നോക്കണേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടോ ഇനി? കിട്ടിയോ? ചിലർ കിട്ടിയിട്ടില്ല. ഓക്കെ, ഒത്തിരി ദിവസമൊക്കെ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കുറെ ദിവസം ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒരു മിനിമം ഡേയ്സ് എന്തായാലും ഉണ്ടാവും. ഡിസ്റ്റൻസിനനുസരിച്ചുള്ള കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലേറ്റ് ആവാറുണ്ട്. അതല്ലാതെ ഒരുപാട് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓഫീസുമായിട്ട്. ഓക്കെ, വായിച്ചു കഴിഞ്ഞില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. നല്ലൊരു വാർഡ് മാനേജ്മെന്റില് ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. നല്ലൊരു വാർഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ഫോളോ പോളിസി ആൻഡ് പ്രോട്ടോകോൾസ്. കൃത്യമായിട്ടുള്ള പോളിസികളും പ്രോട്ടോകോൾസും എന്ത് ചെയ്യുക, പാലിക്കുക എന്നുള്ളത്. ഒന്നാമത് എന്താ, നല്ലൊരു ഗുഡ് വാർഡ് മാനേജ്മെന്റിൽ വരുന്ന കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസികളും പ്രോട്ടോകോൾസും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക അല്ലെങ്കിൽ പാലിക്കുക. രണ്ടാമത്തത്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡിൽ ചെയ്യേണ്ട എല്ലാ തരത്തിലുമുള്ള ചുമതലയെ കുറിച്ചും കൃത്യമായ ഒരു അറിവുണ്ടായിരിക്കുക. Then third one, a planned program for each day's work. ഓരോ ദിവസവും ആ വാർഡിൽ ചെയ്യേണ്ട വർക്കുകൾ എന്താണോ അതിനനുസൃതമായിട്ടുള്ള ഒരു പ്ലാനിന്റെ പ്രോഗ്രാം തയ്യാറാക്കുകയും ചെയ്യുക. 3 പോയിന്റ്സ് വെച്ച് പറയാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്, ഫോളോ പോളിസി ആൻഡ് പ്രോട്ടോകോൾസ്. ഒരു നല്ല വാർഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫോളോ പോളിസി ആൻഡ് പ്രോട്ടോകോൾസ്. കൃത്യമായ പോളിസികളും പ്രോട്ടോകോൾസും കൃത്യമായിട്ട്, വാർഡുമായി ബന്ധപ്പെട്ട പോളിസികളും പ്രോട്ടോകോൾസും കൃത്യമായിട്ട് പാലിക്കുക. രണ്ടാമത്തത്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കുക. മൂന്നാമത്തത്, എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, നയങ്ങള്. അതുപോലെ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞ പെരുമാറ്റച്ചട്ടങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് നടപടിക്രമങ്ങൾ എന്ന് പറയാം. അപ്പൊ അത്തരത്തില് ഒരു വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് പാലിക്കാനാണ് ഫസ്റ്റ് പോയിന്റ് അർത്ഥം. രണ്ടാമത്, ആ വാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ചുമതലകളെ കുറിച്ച് കൃത്യമായ ഒരു അറിവുണ്ടായിരിക്കുക എന്നുള്ളത്. തേർഡ് വൺ, എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസവും അവർ ചെയ്യേണ്ട വർക്കുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം ചെയ്തുള്ള ഒരു പ്രോഗ്രാം, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുക, രൂപീകരിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ ആ 3 പോയിന്റ്? മനസ്സിലായോ? ആ 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അടുത്തത്, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. ഓരോ ദിവസവും കൃത്യസമയത്ത് ആരംഭിക്കുക. അവരുടെ വർക്കുകൾ കൃത്യസമയത്ത് ആരംഭിക്കുക എന്നുള്ളതാണ്. അത് ലേറ്റ് ആയിട്ടൊന്നുമല്ല. ഓരോ ദിവസവും നമ്മുടെ വർക്ക് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പൊ അത് കൃത്യമായിട്ട് ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, കൃത്യസമയത്ത് ഓരോ ദിവസവും ആരംഭിക്കുക. ദെൻ
പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. വാർഡിന്റെ ദിനചര്യകള് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തടസ്സങ്ങൾ വരാതെ അതിനെ തടയുക. അതുപോലെ തന്നെ യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. എന്തായിരിക്കും? വാർഡില് നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട പോളിസികള് അല്ലെങ്കിൽ നയങ്ങള് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനകരമാവുന്ന രീതിയിലുള്ള പോളിസികള് സ്ഥാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അപ്പൊ ഇത്രയും നോക്കിയേ, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. കൃത്യസമയത്ത് ആ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുക. അതുപോലെ തന്നെ പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ വാർഡ് റൂട്ടീൻ. വാർഡിന്റെ റൂട്ടീൻസ് അല്ലെങ്കിൽ ദിനചര്യകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവാതെ നോക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ദിവസേനയുള്ള ദിനചര്യകളിൽ മാറ്റങ്ങൾ വരാതെ അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റുക. Then use of democratic methods in the establishment of ward policy. വാർഡ് പോളിസികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ്സ്, അതായത് എല്ലാവരെയും സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വാർഡുമായി ബന്ധപ്പെട്ട നയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? അമോങ് പോയിന്റ്സ്. ഓക്കെ. നെക്സ്റ്റ്, ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ, സ്റ്റാഫുകളൊക്കെ പുതിയതായിട്ട് ജോലിയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ഓറിയന്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രമീകരിക്കുക. അവരെ ഏതൊക്കെ ഭാഗത്താണ് ജോലി ചെയ്യേണ്ടത് അതിനനുസരിച്ച് കൃത്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൃത്യമായ ഇടങ്ങളിലേക്ക് ക്രമീകരിക്കുക. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ഒരു നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം, നല്ല അനുയോജ്യമായ ഒരു അന്തരീക്ഷം എപ്പോഴും ആ വാർഡിൽ നിലനിർത്തുക. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. നല്ല കാര്യക്ഷമമായ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ മതിയായിട്ടുള്ള സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? വാർഡിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാ? ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ റോൾ എന്താണോ അത് മനസ്സിലാക്കി അവർ കൃത്യമായ സ്ഥലങ്ങളിൽ ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഒരു അനുയോജ്യമായ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം വാർഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. ഒരു നല്ല കാര്യക്ഷമമായിട്ടുള്ള വർക്ക് ആ വാർഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങളും ഉപകരണങ്ങളും നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. Then next, clear cut doctors and nurses orders. ഒരു വാർഡിലാവുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നഴ്സസിന്റെ ഓർഡേഴ്സ്, നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ പറയുന്ന ഓർഡറുകൾ, അവർ പറയുന്ന കൃത്യമായിട്ടുള്ള ഓർഡറുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്. എന്താ? എല്ലാ പേഷ്യൻസിനും, ആ വാർഡിലുള്ള എല്ലാ പേഷ്യൻസിനെയും പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇടയിലും ഒരു നല്ല മനോവീര്യം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു മനോവീര്യം ഒക്കെ എപ്പോഴും എന്ത് ചെയ്യുക? നിലനിർത്തുക. അപ്പൊ ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നതാവാം, നഴ്സസ് പറയുന്ന ഓർഡേഴ്സ് ആവാം. അത് കൃത്യമായിട്ട് ആ ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അതെന്താണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്. എല്ലാ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തി, ഓരോ പേഷ്യൻസിനെയും എല്ലാ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നിലനിർത്തുക. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ ദ സ്റ്റാഫ് മെമ്പേഴ്സ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നല്ലൊരു ഉയർന്ന മനോവീര്യം എന്ത് ചെയ്യുക? എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുക. ഓക്കെ അല്ലേ? അടുത്ത മൂന്നെണ്ണം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. എന്താ? അവിടെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആ വാർഡിലുള്ള ആളുകളുമായിട്ടും അതുപോലെ തന്നെ മറ്റ് ഈ വാർഡുമായിട്ട് സഹകരിക്കുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ അല്ലെ? വാർഡ് എന്ന് പറയുമ്പോൾ വാർഡിലുള്ള ആളുകൾ മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ പോലെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വാർഡുമായിട്ട്
കോണ്ടാക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ എന്താണ് ഇടപഴകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഒരു വർക്കിംഗ് പ്രവർത്തന ബന്ധം എപ്പോഴും സ്ഥാപിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക. അതുപോലെ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, എന്താ ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം പ്രതിനിധീകരിക്കാൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട്, അതായത് ഓരോ സ്റ്റാഫുകൾക്കും ആ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവരവർക്ക് ഇന്ന ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇന്ന ആളുകൾ ചെയ്യണം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ അവർ ആ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ഉത്തരവാദിത്തം അവർ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യും, പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ചുമതലകൾ അവരെ ഏൽപ്പിക്കാനുള്ളതാണ്. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, എന്താ അവിടെ വാർഡുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അസൈൻമെന്റിലെയും ചുമതലകള് വളരെ നല്ല രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ, എന്താണ് അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു വെൽ അറേഞ്ച്ഡ് ടൈം നൽകുക. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അവർ വർക്ക് ചെയ്യുക, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് അടുത്ത ഷിഫ്റ്റ്. അങ്ങനെ ഓരോ എംപ്ലോയീസിനും വളരെ കൃത്യമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ജീവനക്കാർ, പേഴ്സണൽ എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് എംപ്ലോയീസിനെയാണ് കേട്ടോ. ആ പേഴ്സണലിന്റെ സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്. ഈ പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിനെയാണ് കേട്ടോ, അവിടുത്തെ സ്റ്റാഫുകളെയാണ്. അപ്പൊ അവിടുത്തെ ജീവനക്കാരുടെ നല്ല രീതിയിൽ അവർക്ക് ടൈം അറേഞ്ച് ചെയ്യുകയും അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ടൈം അറേഞ്ച് ചെയ്ത് നൽകുകയും ചെയ്യുക. അതുപോലെ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, ശരിയായ രീതിയിൽ അവരെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ആവശ്യമായ പഠനങ്ങൾ കൊടുക്കുക, കൃത്യമായ മേൽനോട്ടവും നൽകുക. എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് വാർഡിനുള്ളിലുള്ളവരും അതുപോലെ തന്നെ മറ്റ് ഇതുമായിട്ട് സഹകരിച്ചു പോകുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്തങ്ങളെ പ്രതിനിധീകരിക്കുക. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയും അവരവരുടേതായ റെസ്പോൺസിബിലിറ്റി ഭംഗിയായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെൽ പ്ലാൻഡ് അസൈൻമെന്റ്, കൃത്യമായിട്ട് ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട ചുമതലകൾ വളരെ ആസൂത്രണം ചെയ്ത് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ, ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്, എത്ര സമയം മുതൽ എത്ര സമയം വരെ വർക്ക് ചെയ്യണം, അതിന്റെ ഷിഫ്റ്റുകൾ എങ്ങനെയായിരിക്കണം, അതൊക്കെ വളരെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, നല്ലൊരു ടീച്ചിങ് അതുപോലെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടമൊക്കെ അവർക്ക് നൽകുകയും ചെയ്യുക. ഇത്രയും ഫാക്ടേഴ്സ് ഫോർ ഗുഡ് ഒരു വാർഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വേഗം ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ എന്തൊക്കെയായിരുന്നു? പോളിസികളും പ്രൊസീജിയേഴ്സും പ്രോട്ടോകോൾസും ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളെ കുറിച്ചുമുള്ള ഒരു അറിവുണ്ടാവണം. അതുപോലെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കണം. കൃത്യമായ സമയത്ത് തന്നെ ഓരോ ദിവസവും ആരംഭിക്കണം, 10 ആരംഭിക്കണം. അതുപോലെ ഒരു ദിവസേനയുള്ള ഒരു ദിനചര്യയില് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ അത് തടയണം. അതുപോലെ തന്നെ ഒരു എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർഡ് പോളിസികൾ സ്ഥാപിക്കുകയും അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ ക്രമീകരണം നടത്തണം. ഒരു അനുയോജ്യമായ എൻവയോൺമെന്റ് എപ്പോഴും നിലനിർത്തണം. അതുപോലെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കണം. അതുപോലെ ഡോക്ടേഴ്സും നഴ്സും പറയുന്ന ഓർഡേഴ്സ് ഒക്കെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഓർഡേഴ്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതുപോലെ എല്ലാ പേഷ്യൻസിന്റെയും ഫുൾ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിന്റെയും ആ ഒരു ഉയർന്ന മനോവീര്യം എപ്പോഴും നിലനിർത്തണം. അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് വാർഡിലുള്ളവർ തമ്മിലും വാർഡുമായിട്ട് സഹകരിച്ചു പോകുന്ന മറ്റ് ഓർഗനൈസേഷൻസ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എപ്പോഴും സ്ഥാപിക്കണം. അതുപോലെ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് അസൈൻ ചെയ്തു കൊടുക്കുകയും അവരിലൂടെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതുപോലെ നല്ല കൃത്യമായിട്ട് വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വെൽ അറേഞ്ച്ഡ് ടൈം പേഴ്സണൽ, ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്ഡ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷനും നൽകുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഫാക്ടേഴ്സ് ഇൻവോൾവിംഗ് ഗുഡ് വാർഡ് മാനേജ്മെന്റ്.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഫോർ സെക്രട്ടറി. ഒരു വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഡ്യൂട്ടീസ് പഠിക്കാനുണ്ട്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട് റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. എന്തായിരിക്കും? മെഡിക്കൽ ചാർട്ടുകള്, കൃത്യമായിട്ട് മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള്, മറ്റ് കറസ്പോണ്ടൻസ് മറ്റു കത്തിടപാടുകൾ മുതലായവയ്ക്ക് ഇപ്പൊ റെഫറൽ ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവാം. അപ്പൊ അങ്ങനെയുള്ളവയ്ക്ക് കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് കൃത്യമായിട്ട് അത് ശേഖരിക്കുകയും അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക. ഒരു വാർഡിന് വരുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ ചാർട്ടുകളാവാം, റിപ്പോർട്ടുകളാവാം, മറ്റ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ കത്തിടപാടുകളാവാം, അത്തരത്തിലുള്ള മറ്റ് റിപ്പോർട്ടുകളെല്ലാം കൃത്യമായിട്ട് ശേഖരിക്കുകയും അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡ്യൂട്ടി, customers needs assessment, meeting quality standards for services and evaluation of customer satisfaction. എന്തായിരിക്കും? കസ്റ്റമറിന്റെ ആവശ്യകത എന്താണെന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ്, അവർക്ക് കൊടുക്കുന്ന സർവീസുകളുടെ ആ ഒരു ക്വാളിറ്റി കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വരുന്ന കസ്റ്റമേഴ്സ് ആരാ? നമ്മുടെ ഹോസ്പിറ്റൽ കസ്റ്റമേഴ്സ് ആരാ? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാ? ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമർ ആരാ? പേഷ്യൻസ് അല്ലെ? ഇവിടെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിനെ തന്നെയാട്ടോ. അപ്പൊ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ, വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്യുക. രണ്ട് പോയിന്റ്സ് ആ പറഞ്ഞത്. ഒന്നാമത് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ആ ഒരു വാർഡിലുള്ള എല്ലാ പേഷ്യൻസുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ ചാർട്ട്, റിപ്പോർട്ടുകള്, മറ്റു കത്തിടപാടുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ്, റെഫറൽ ലെറ്ററോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള രേഖകളും ശേഖരിക്കുകയും അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക. ഒന്നാമത്തത് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തത്, കസ്റ്റമർ, അവിടെ വരുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി കൃത്യമായിട്ട് അവരെ നിറവേറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ? രണ്ട് സെന്റൻസ്, രണ്ട് ഡ്യൂട്ടീസ് ക്ലിയർ ആണോ? Okay. Third one, provide support to healthcare staff and ensure appropriate maintenance of patient care unit. അതുപോലെ തന്നെ പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ്. അവിടെ ആ ഒരു വാർഡിലുള്ള മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നൽകുക. അതുപോലെ തന്നെ എൻഷുവർ, എന്തുറപ്പുവരുത്തുക? അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട ഉചിതമായിട്ടുള്ള മെയിൻ്റനൻസുകൾ വരുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവിടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണകളും നൽകുക. അടുത്തത്, അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താ? ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ആ ഒരു വാർഡിനുള്ളിലാണെങ്കിൽ അവിടെയുള്ളവർ തമ്മിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അതുമായിട്ട് സഹകരിച്ചു പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. അതോടൊപ്പം തന്നെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താ? ട്രാഫിക്കിന്റെ ആ ഒരു എന്ന് വെച്ചാൽ ഇവിടെ തിരക്ക് വരുന്നതിന് കൃത്യമായിട്ട് ആ ഒരു വാർഡിലെ തിരക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയെ ആ ഒരു ഒഴുക്കിനെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക. അപ്പൊ രണ്ട് പോയിന്റ്സ് പറഞ്ഞു. പ്രൊവൈഡ് സപ്പോർട്ട്. 1 മിനിറ്റ്.
ഓക്കെ, അപ്പൊ നമ്മള് തേർഡ് പോയിന്റ് നോക്കിയേ. പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുവർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. അപ്പൊ അവിടുത്തെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് മതിയായ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ പിന്തുണകൾ നൽകുക. അതുപോലെ തന്നെ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന യൂണിറ്റുകളിൽ ആ ഒരു മെയിൻ്റെനൻസ് എപ്പോഴും ആ ഒരു കെയർ യൂണിറ്റിന് ഒരു ഉചിതമായിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അവിടെ നൽകുന്നുണ്ട് അല്ലെങ്കിൽ നിലനിർത്തുന്നുണ്ട് എപ്പോഴും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അവിടുത്തെ വാർഡിനുള്ളിലുള്ള സ്റ്റാഫുകൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അതുമായിട്ട് സഹകരിക്കുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കുക. അതുപോലെ തന്നെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്, ആ ഒരു വാർഡിലേക്കുള്ള ആ ഒരു തിരക്കൊക്കെ ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിന്റെ ആ ഒരു ഒഴുക്കിനെയൊക്കെ എന്ത് ചെയ്യുക, എപ്പോഴും നിയന്ത്രിക്കുകയും ചെയ്യുക. ക്ലിയർ അല്ലേ? രണ്ട് സെന്റൻസ് ഓക്കെ ആണോ? ഓക്കെ. Then അടുത്തത് provide assistance to all nurses and ensure appropriate cleanliness of all units. അതുപോലെ തന്നെ അവിടെ ആ ഒരു വാർഡിലെ വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സസിനും ആവശ്യമായ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുക. അതുപോലെ തന്നെ ensure appropriate cleanliness of all unit, വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ യൂണിറ്റുകളിലും ആ ഒരു വൃത്തി അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള വൃത്തി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡേറ്റാബേസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. എന്താ, കൃത്യമായിട്ട് അവിടെയുള്ള ഓരോ പേഷ്യൻസിന്റെയും ഡേറ്റാബേസുകൾ കൃത്യമായിട്ട് എന്താണ് കമ്പ്യൂട്ടേഴ്സിൽ അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. അതുപോലെ തന്നെ സ്റ്റാഫ് ഓൺ എല്ലാ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് ഉടനെ തന്നെ അറിയിക്കുകയും ചെയ്യുക. രണ്ട് പോയിന്റ്സ് എന്തൊക്കെയാ പറഞ്ഞേ? പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ്, അവിടെയുള്ള എല്ലാ നഴ്സുകൾക്കും ആവശ്യമായ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അവിടെയുള്ള എല്ലാ യൂണിറ്റുകളിലും ആ ഒരു ക്ലീൻലിനെസ് അല്ലെങ്കിൽ വൃത്തി, അത് അനുയോജ്യമായ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡേറ്റാബേസ് ഓൺ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൽ അവിടെയുള്ള വാർഡിലുള്ള പേഷ്യൻസിന്റെ ഡേറ്റാബേസുകൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. അതോടൊപ്പം തന്നെ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ് നോട്ടിഫൈ ചെയ്യുക. ഇതാണ് എല്ലാ തരത്തിലുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ രോഗനിർണയ ഉപാധികളുമായി ബന്ധപ്പെട്ട ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് സ്റ്റാഫുകളെ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിയിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സ് നോക്കിയല്ലേ? Then next വരുന്നത് coordinate with various departments and ensure proper services and supplies of unit. എന്താ, മറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു വാർഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ സഹകരിച്ചു പോവേണ്ട മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നല്ലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണം സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ensure proper services and supplies of unit, അതിലൂടെ നല്ല രീതിയിലുള്ള സഹകരണം മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ വാർഡിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സർവീസുകൾ, ശരിയായ സേവനങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ സപ്ലൈസ് ഓഫ് യൂണിറ്റ്, നമുക്ക് ആ ഒരു പ്രോപ്പർ സർവീസസും സേവനങ്ങളും ഒക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വാർഡിലേക്ക് കിട്ടാനും അതിന്റെ സഹായത്തോടുകൂടി വരുന്ന പേഷ്യൻസിന് നല്ലൊരു സർവീസുകൾ കൊടുക്കാനും എന്ത് ചെയ്യുന്ന സാധിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു നല്ലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ സഹകരണം സ്ഥാപിക്കാം. അതുപോലെ പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട് വിത്ത് ആൻസിലറി റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ചാർട്ടുകൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആക്കാം, പ്രിപ്പയർ ചെയ്യാതെ അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. അതിന് ഈ ഒരു പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അല്ലാത്ത അനുബന്ധമായിട്ടുള്ള മറ്റു റിപ്പോർട്ടുകളും ഫോമുകളും ഒക്കെ മറ്റു പല വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന മറ്റു പല അനുബന്ധ റിപ്പോർട്ടുകളും ഫോമുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിന്റെ ആ ഒരു ചാർട്ടുകള് കൃത്യമായിട്ട് തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യും. രണ്ട് വേർഡ്സ്, കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എൻഷുവർ പ്രോപ്പർ സർവീസസ് ആൻഡ് സപ്ലൈസ് ഓഫ് യൂണിറ്റ്. അപ്പം ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട ഒരുപാട് യൂണിറ്റുകളായിട്ട് നല്ലൊരു കണക്ഷൻ വാർഡിൽ വെക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വാർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വാർഡുമായിട്ട് സഹകരിച്ചു പോകുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണം സ്ഥാപിക്കുക. അതിലൂടെ നല്ല നല്ല സർവീസുകൾ കൊടുക്കാനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാർഡിലേക്ക് കിട്ടാനും ഒക്കെ എന്ത് ചെയ്യും, സഹായിക്കും. അതിലൂടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ചാർട്ടുകള് അത് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന
ഇതുമായി അവരുടെ പേഷ്യന്റിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ റിപ്പോർട്ടുകളും ഫോമുകളും എല്ലാം പേഷ്യന്റിന്റെ ചാർട്ടുകളിലാക്കിയിട്ട് കൃത്യമായിട്ട് അത് തയ്യാറാക്കുകയും അത് അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യണം. ക്ലിയർ ആണോ? അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ discharge summary reports for all patients and keep records of all patients and send medical reports to MRD after the discharge of patient. Okay, ഒരു maintain discharge summary patients ഒക്കെ for all patients keep records of all patients. പേഷ്യൻസിന്റെ ആ ഒരു വാർഡിലുള്ള എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പേഷ്യൻസിന്റെയും റിപ്പോർട്ടുകൾ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഈ മെഡിക്കൽ റെക്കോർഡുകൾ അവർ ഡിസ്ചാർജ് ആയതിനു ശേഷം MRD ഡിപ്പാർട്ട്മെന്റ്, MRD എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡന്റ്. എന്താ, ഫിസിഷ്യൻസിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഒക്കെ മെഡിക്കൽ റെക്കോർഡുകൾ ആവശ്യമാണെങ്കിൽ അവർക്ക് അത് നൽകുക. അതുപോലെ തന്നെ റെക്കോർഡുകളുടെ ആ ഒരു അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. അതുപോലെ മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. എന്താ, ആ ഒരു വാർഡിലേക്ക് വരുന്ന എല്ലാ എമർജൻസി കോളുകളും കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ആവശ്യമുള്ളവയെ സ്വീകരിച്ചുകൊണ്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര മെഡിക്കൽ റെക്കോർഡ്. ഇപ്പൊ ഇവിടെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം, ECG എടുക്കേണ്ടതായിട്ട് വന്നേക്കാം, എക്കോ എടുക്കേണ്ടതായി വന്നേക്കാം. അതെല്ലാം കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡുകളുടെ ഭാഗമായിട്ട് സൂക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക. അപ്പൊ എന്തൊക്കെയായിരുന്നു ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓഫ് സെക്രട്ടറിയുടെ പറഞ്ഞത്? ജസ്റ്റ് ഒന്നുകൂടി വേഗം റിവൈൻഡ് പറയാം, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് ഇവിടെ എന്താ പറഞ്ഞത്? പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള്, മറ്റു കറസ്പോണ്ടൻസ്, കത്തിടപാടുകള് മുതലായവയൊക്കെ കൃത്യമായിട്ട് ശേഖരിക്കുകയും അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ നീഡ്സ്, അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് വിലയിരുത്തുക. അവർക്ക് കൊടുക്കുന്ന സർവീസുകൾക്ക് കൃത്യമായ ഒരു നിലവാരം കീപ്പ് ചെയ്യുന്നുണ്ടോ, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എത്രത്തോളമാണെന്ന് വിലയിരുത്തുകയും ചെയ്യുക. തേർഡ് പോയിന്റിൽ പറഞ്ഞത് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ യൂണിറ്റുകൾ കൃത്യമായിട്ട് ആ ഒരു മെയിൻ്റനൻസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് വരുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അവിടെ സ്ഥാപിക്കുക. അതുപോലെ തന്നെ ആ വാർഡിലേക്ക് വരുന്ന ആ ഒരു ട്രാഫിക് അല്ലെങ്കിൽ ആ ഒരു തിരക്കുകളെ നിയന്ത്രിക്കുകയും ചെയ്യുക. അതുപോലെ പ്രൊവൈഡ് അസിസ്റ്റൻസ് എല്ലാ നഴ്സസിനും, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അസിസ്റ്റൻസ് സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അവിടെയുള്ള എല്ലാ യൂണിറ്റുകളും വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആ പേഷ്യൻസിന്റെ ഡേറ്റാബേസുകൾ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അതുപോലെ എല്ലാ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യുക, അറിയിപ്പ് നൽകുക. അതുപോലെ വേരിയസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു സഹകരണം സൂക്ഷിക്കുകയും അതിലൂടെ ഈ ഒരു വാർഡിലേക്കുള്ള പ്രോപ്പർ സർവീസുകളും സാധനങ്ങളുടെ വിതരണവും ഒക്കെ സുഗമമാക്കുക. അതുപോലെ പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യൻസിന്റെ ചാർട്ടുകള് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുക. അതിന്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന അനുബന്ധ റിപ്പോർട്ടുകളും ഫോമുകളും ഒക്കെ ഈ ഒരു പേഷ്യന്റിന്റെ ചാർട്ടിന്റെ ഒപ്പം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പേഷ്യന്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുക. അതുപോലെ എല്ലാ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡുകളില് എല്ലാ പേഷ്യൻസും ഡിസ്ചാർജ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ വാർഡിൽ നിന്നും ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഫിസിഷ്യൻസിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും മെഡിക്കൽ റെക്കോർഡുകൾ ലഭ്യമാക്കുക. അതുപോലെ കൃത്യമായിട്ടുള്ള റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡുകളുടെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട അറ്റൻഡൻസ് അല്ലെങ്കിൽ ഹാജേഴ്സ് കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതുപോലെ എമർജൻസി കോളുകൾ കാര്യങ്ങൾ വന്നാൽ എല്ലാ എമർജൻസി കോളുകളും കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യുക. ആവശ്യമായ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ആവശ്യമില്ലാത്തവയാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുക.
അതുപോലെ ഡോക്ടേഴ്സിന്റെ വിസിറ്റ്, ECG, എക്കോ മുതലായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ ഇൻ വാർഡ്. വാർഡിലുള്ള പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി നോക്കിയേ. എ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈസ് എ പ്രൊഫഷണൽ who is specialized in helping people who are recovering from disease or disability. ഈ ഒരു ഡ്യൂട്ടീസ് ഒക്കെ ഉൾപ്പെടുന്നത് ആരുടെയാണ്, അല്ലെങ്കിൽ ഈ ഇന്ന ഡ്യൂട്ടി വരുന്നത് ആരാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാട്ടോ ചോദിക്കാം. ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ചോദിക്കാം. ഒരു വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നവ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി തന്നിട്ട് അത് ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, വാർഡുമായി ബന്ധപ്പെട്ട് ഇത് ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, അങ്ങനെ തിരികെയും ചോദിക്കാം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രൊഫഷണൽ who is specialized in helping people who are recovering from disease or disability. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രൊഫഷണൽ. എന്ത് പ്രൊഫഷണലാണ്? who is specialized in helping people who are recovering from disease or disability. ഒരു രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വൈകല്യത്തിൽ നിന്നോ റിക്കവർ ആവുന്ന അല്ലെങ്കിൽ ഭേദമായി വരുന്ന പേഷ്യൻസിനെ സഹായിക്കുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണ് patient care executive എന്ന് പറയുന്നത്. He or she monitor the performance of the patient care services, compare it to government agency standard and make adjustment if necessary. ഇതാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് കൃത്യമായിട്ട് രോഗികൾക്ക് കൊടുത്ത പരിചരണ സർവീസുകൾ, സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഗവൺമെന്റ് ഏജൻസി പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകളും ആവശ്യമാണെങ്കിൽ വരുത്തുന്നുമുണ്ട്. അപ്പൊ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഇസ് എ പ്രൊഫഷണൽ who is specialized in helping people who are recovering from disease or disability. ഒരു രോഗത്തിൽ നിന്നോ ഒരു വൈകല്യത്തിൽ നിന്നോ ഭേദമായി വരുന്ന പേഷ്യൻസിനെ സഹായിക്കുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എങ്ങനെയാണ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ഈ കൊടുക്കുന്ന സർവീസുകളും ഗവൺമെന്റ് ഏജൻസി പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള രീതിയിലാണോ കൊടുക്കുന്നതെന്ന് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളിൽ തിരുത്തലുകളും വരുത്തുന്നുണ്ട്. ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിവരണങ്ങളാണ് താഴെ പറയുന്നത്. അപ്പൊ അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ പറയാം. വായിച്ചു കഴിഞ്ഞോ?
ഓക്കെ ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എൻഷുവേഴ്സ് പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ് ഓഫ് ഫ്ലോർസ്. വാർഡിലെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലെ സ്റ്റാഫുകളുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അച്ചടക്കം എന്ത് ചെയ്യുന്നു, ശരിയായ ഒരു അച്ചടക്കം ഉറപ്പുവരുത്തുന്നു. അതിൽ വരുന്ന ഒരു 4 പോയിന്റ്സ് ആണ്. ചെക്ക് നോയിസ് ലെവൽ. അപ്പൊ ഒരു അച്ചടക്കത്തോട് ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ശബ്ദമൊന്നും വരാൻ പാടില്ല അല്ലെ. വാർഡിൽ വളരെ സൈലന്റ് ആയിരിക്കില്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ വാർഡിന്റെ ഏരിയ അവിടെയാണെങ്കിലും ഒക്കെ വളരെ സൈലന്റ് ആയിരിക്കില്ലേ അല്ലേ? അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു അച്ചടക്കം എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെക്ക് നോയിസ് ലെവൽ, അവിടുത്തെ ആ ഒരു ശബ്ദനില എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നു. അപ്പൊ ആ സൗണ്ടിന്റെ നിലവാരം വളരെ കൂടുതലാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുന്ന രീതിയിലുള്ള നടപടികളാണ് സ്വീകരിക്കുക. അപ്പൊ ആ ശബ്ദ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. അതുപോലെ തന്നെ എൻഷുവർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ലഭ്യത ഉറപ്പുവരുത്തുന്നു. അതുപോലെ എൻഷുവേഴ്സ് അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. നഴ്സിംഗ് കോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് അബ്രപ്റ്റ് ആയിട്ട് പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അവിടുത്തെ ജീവനക്കാരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും അവരുടെ പെരുമാറ്റവും മനോഭാവവും എങ്ങനെയാണെന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യും. ഫസ്റ്റ് വൺ എൻഷുവർ പ്രോപ്പർ ഡിസിപ്ലിൻ ഫോർ സ്റ്റാഫ് ഇൻ വാർഡ് ഓർ ഫ്ലോറിൽ പറയുന്നത് എന്താണ്, വാർഡിലെയും ഫ്ലോറിലെയും സ്റ്റാഫുകളുടെ ആ ഒരു ശരിയായ ഡിസിപ്ലിൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് ചെക്ക് നോയിസ് ലെവൽ. നോയിസ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു ശബ്ദവുമായി ബന്ധപ്പെട്ട ആ ഒരു ശബ്ദനില എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എൻഷുവർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോഴ്സുകൾക്ക് പെട്ടെന്നുള്ള ആ ഒരു പ്രതികരണം ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും മനോഭാവവും കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ശരി. രണ്ടാമത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. അതായത് പുതിയതായിട്ട് ഇപ്പൊ വാർഡിലേക്കോ അഡ്മിഷൻ എടുത്ത് വന്നിട്ടുള്ള പുതിയ അഡ്മിഷൻസ് സിസ്റ്റത്തിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എൻഷുവേഴ്സ് ദാറ്റ് ഡിസ്ചാർജസ് ആർ കംപ്ലീറ്റഡ് ഓൺ ടൈം ഇൻ ദ സിസ്റ്റം. അതുപോലെ തന്നെ ഡിസ്ചാർജുകളും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത ആ ഓൺ ടൈമിൽ തന്നെ കൃത്യമായിട്ട് അത് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ബെഡ് മാനേജ് ചെയ്യുന്നതുമായി ഇപ്പൊ വാർഡിലേക്ക് ബെഡ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നിട്ടുണ്ട്, കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്യാനില്ല, അതൊക്കെ പരിഹരിക്കുക. അപ്പൊ പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്താ, ഒന്നാമത് പുതിയ അഡ്മിഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ആ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റത്തില് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരുന്ന ആ ഒരു സമയം തന്നെ അത് ആ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം ബെഡ് മാനേജ്മെന്റ്, വാർഡിലെ ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാൻ പരിഹരിക്കുക. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. തേർഡ് വൺ ആണ് എൻഷുവേഴ്സ് പേഷ്യന്റ് കെയർ. രോഗിയുടെ പരിചരണം ഉറപ്പുവരുത്തുക. അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം. ആദ്യം തന്നെ പേഷ്യൻസിന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. രണ്ടാമത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി ഇൻക്വയറീസ്. എന്തെങ്കിലും അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. മെഡിക്കൽ റെക്കോർഡുകളുടെ ഫയലുകളുടെ പൂർത്തീകരണം കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പരിശോധിക്കുക. അപ്പൊ എൻഷുവർ പേഷ്യന്റ് കെയറിൽ എന്നൊക്കെ വരുന്നുണ്ട്. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടത് ഒന്നാമത് അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം. പേഷ്യൻസിന്റെ നിലവിലുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറി. എൻക്വയറിക്ക് അനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത് മെഡിക്കൽ റെക്കോർഡ് ഫയലുകളുമായി ബന്ധപ്പെട്ട ചെക്കിംഗ് കംപ്ലീറ്റ്നെസ്. അത് പൂർത്തിയാക്കിയിട്ടുണ്ടോ, എല്ലാം പൂർത്തിയാണോ എന്നൊക്കെ പരിശോധിക്കുകയും ചെയ്യുക. ഓക്കെ, ആ 3 വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം നമുക്ക് 4, 5, 6 പറയാം കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.
ഇപ്പൊ കാണാലോ. ടെക്സ്റ്റ് ഇല്ലാത്തവർക്കാണ് കേട്ടോ പ്രധാനമായിട്ട് ഇത് ഇടുന്നത്. അവരൊന്ന് മനസ്സിൽ തന്നെ വായിക്കട്ടോ. ടെക്സ്റ്റ് കിട്ടിയവര് കിട്ടാതിരുന്ന സമയത്ത് എടുത്ത നോട്ട്സും കാര്യങ്ങളും ഒക്കെ അതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നില്ലേ? അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറയുന്ന ഏരിയാസ് ഒക്കെ നോക്കണം കേട്ടോ. അപ്പൊ അത് ഈ നോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് കിട്ടുമ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ അത് നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ മിക്ക പോയിന്റ്സും ചിലപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ മിസ്സായി പോകും കിട്ടുന്ന സമയത്ത് കേട്ടോ. എക്സ്പാൻഡ് ഫോം ഒക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. അത് കൃത്യമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പിന്നെ നോട്ട് നോക്കാൻ പോകുന്നില്ലെങ്കിൽ ടെക്സ്റ്റിലേക്ക് അത് മാറ്റി ചെയ്ത കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വൺ, കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. വാർഡിലെ ആ വാർഡ് യൂണിറ്റിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, പ്രകടനം മികച്ചതാക്കുന്നതിന് വേണ്ടി കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപനം നടത്തുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ടു ചെയർമാൻ ഓർ HOD ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ റെക്കോർഡിംഗ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ്. എന്താ, ചെയർമാൻ അല്ലെങ്കിൽ HODക്ക് ഫീഡ്ബാക്കുകൾ നൽകുക. എന്തൊക്കെയാ, കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട്, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചെയർമാനോ അല്ലെങ്കിൽ HODക്കോ എന്ത് ചെയ്യാം, ഫീഡ്ബാക്കുകൾ നൽകുക. Last one, supervise the duties of ward secretaries on the respective floor. Ensure that ward secretaries are placing doctors visits beside procedures like echo, ECG or any. Supervise the duties of ward secretary on the respective floor. ഓരോ ഫ്ലോറിലുള്ള വാർഡ് സെക്രട്ടറിയുടെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുക. അതുപോലെ വാർഡ് സെക്രട്ടറീസ് ഡോക്ടേഴ്സിന്റെ വിസിറ്റുകള്, മറ്റ് എക്കോ, ECG മുതലായവയൊക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് നാലാമത്തെ പോയിന്റ് തുടങ്ങി നമ്മൾ പറഞ്ഞേ, കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. വാർഡിൽ ആ ഒരു യൂണിറ്റിലെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സഹകരിപ്പിക്കുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുക. അതുപോലെ തന്നെ ചെയർമാൻ അല്ലെങ്കിൽ HODക്ക് ആ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട ആ ഒരു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലവാരം അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ സിഗ്നിഫിക്കന്റ് ഇൻസിഡന്റ് എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളോ കാര്യങ്ങളോ വാർഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചെയർമാനും അല്ലെങ്കിൽ HODക്കും ഫീഡ്ബാക്കുകൾ നൽകുക. അതുപോലെ തന്നെ വാർഡ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട റെസ്പെക്റ്റീവ് ഫ്ലോർസിലുള്ള വാർഡ് സെക്രട്ടറിയുടെ ഒക്കെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ വാർഡ് സെക്രട്ടറി ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട വിസിറ്റുകള്, എക്കോ, ECG മുതലായവയൊക്കെ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വായിച്ചു നോക്കിയേ, 4th മുതൽ 6th വരെ കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും. ഓക്കെ. അടുത്തത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ are responsible for managing the relationship between healthcare providers and patient. Healthcare providers ഉം പേഷ്യൻസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. They work with doctors, nurses, hospital, pharmaceutical companies, etc. to make sure that all parties involved in a
patient care are pleased with their experience. അപ്പോ ഇവിടെ ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നഴ്സസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ വർക്ക് ചെയ്യാറുണ്ട്. അതിലൂടെ ഇവർ ഉറപ്പുവരുത്തുന്ന കാര്യം all parties involved in a patient care ആ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പാർട്ടീസും ആർ പ്ലീസ്ഡ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. അവരുടെ എക്സ്പീരിയൻസുകൾ കൊണ്ട് അവരുടെ ആ ഒരു അനുഭവത്തിൽ നിന്നും അവരെ സംതൃപ്തനാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി കിട്ടുക എന്നതാണ് ഉറപ്പുവരുത്തുന്നത്. അപ്പൊ നോക്കി, പേഷ്യന്റ് റിലേഷൻഷിപ്പ് ഓഫീസർ ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആരൊക്കെ തമ്മിലുള്ളതാ? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇവര് ഡോക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്, നഴ്സസിന്റെ കൂടെ, ഹോസ്പിറ്റലുകളിൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അവർ ഉറപ്പുവരുത്തുന്നത് ഈ പേഷ്യൻസിന്റെ പരിചരണം കൊടുക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പാർട്ടീസും അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ സംതൃപ്തരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഒരു പാരഗ്രാഫ് ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ഓക്കെയാണ്. പേഷ്യന്റ് റിലേഷൻഷിപ്പ് ഓഫീസറുടെ ജോബ് ഡ്യൂട്ടീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അവിടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ വരെ എന്താണെന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അവിടെ വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോടെ ചോദിക്കാം കേട്ടോ. ബാക്കി നമുക്ക് ജോബ് ഡ്യൂട്ടീസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.